നമസ്കാരം, CTV ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ സിജി ജോസ്. ആദ്യം പ്രധാന വാർത്തകൾ. തൃശൂർ നഗരത്തിൽ ആന ഇടഞ്ഞു, നിരവധി വാഹനങ്ങൾ തകർത്തു. തൃശൂർ ചെമ്പുക്കാവ് ഗാന്ധിനഗറിൽ ആന ഇടഞ്ഞ സംഭവം റിപ്പോർട്ട് ചെയ്യാനും ചിത്രീകരിക്കാനും എത്തിയ മാധ്യമപ്രവർത്തകർക്കു നേരെ സാമൂഹ്യ വിരുദ്ധരിൽ നിന്ന് ശാരീരിക മർദ്ദനമേറ്റു. ദേശീയപാത അധികൃതരുടെ അനാസ്ഥ, മുടിക്കോട് സെന്ററിൽ അപകടക്കെണിയായി ബോക്സ് കൾവെട്ട്. കേരള മന്ത്രിസഭയിൽ തൃശൂർ ജില്ലയിൽ നിന്നുള്ള കായിക യുവജനക്ഷേമ വകുപ്പ് മന്ത്രി OJ ജനീഷിനും ജില്ലയിലെ UDF MLA-മാർക്കും ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ DCC ഓഫീസിൽ സ്വീകരണം നൽകി. വാർത്തകൾ വിശദമായി. തൃശൂർ നഗരത്തിൽ ആന ഇടഞ്ഞ് നിരവധി വാഹനങ്ങൾ തകർത്തു. ചെമ്പുക്കാവ് ഗാന്ധിനഗറിൽ ശിവൻ ലക്ഷ്മി അയ്യപ്പൻ എന്ന ആനയാണ് ഇടഞ്ഞ് പരിഭ്രാന്തി പരത്തിയത്. ശനിയാഴ്ച രാവിലെയാണ് നിരവധി വാഹനങ്ങൾ തകർത്തത്. ക്ഷേത്ര പരിപാടിക്കായി കൊല്ലം വർക്കലയിൽ നിന്നും എത്തിച്ച ശിവൻ ലക്ഷ്മി അയ്യപ്പൻ എന്ന ആന കുളിപ്പിക്കുന്നതിനിടെ ഇടഞ്ഞോടി. ഓടിക്കൂടിയ നാട്ടുകാരെയും വിരട്ടി ഓടിച്ചു. റോഡരികിൽ നിർത്തിയിട്ടിരുന്ന കാറുകളും ഇരുചക്ര വാഹനങ്ങളും തട്ടിമറിച്ചു, ചവിട്ടി കേടുവരുത്തി. 3 കാറുകൾക്കും 5 ബൈക്കുകൾക്കും കേടുപാടുകൾ സംഭവിച്ചു. ആർക്കും പരിക്കില്ല. വിവരമറിഞ്ഞ് പോലീസും നാട്ടുകാരും ചേർന്ന് ഏറെ നേരത്തെ പരിശ്രമത്തിനൊടുവിൽ ആനയെ തളച്ചു. വനം വകുപ്പ് ഉദ്യോഗസ്ഥരും ആന വിദഗ്ധരും സ്ഥലത്തെത്തി ആനയെ പരിശോധിച്ചു. സുരക്ഷിത സ്ഥാനത്തേക്ക് പിന്നീട് മാറ്റി. ആന ഇടഞ്ഞതിന്റെ കാരണം വ്യക്തമല്ല. മതപ്പാട് ലക്ഷണങ്ങളോ മറ്റെന്തെങ്കിലും പ്രകോപനമോ ഉണ്ടായോ എന്ന് വനം വകുപ്പ് അന്വേഷിക്കുന്നു. സംഭവത്തെ തുടർന്ന് ഗാന്ധിനഗർ മേഖലയിൽ ഏറെ നേരം ഗതാഗത തടസ്സം നേരിട്ടു. നാശനഷ്ടങ്ങളെ സംബന്ധിച്ച് വില്ലേജ് ഓഫീസറും അതോടൊപ്പം തന്നെ തഹസിൽദാരും കണക്കെടുപ്പ് നടത്തും. ഇന്ന് തന്നെ റിപ്പോർട്ടും കൈമാറും. അതോടൊപ്പം തന്നെ ആനയുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് കൂടി ഇന്ന് തന്നെ കൈമാറാൻ വേണ്ടി നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. ഇവിടെയുള്ള ജനക്കൂട്ടം ഇന്ന് നിയന്ത്രണ വിധേയമായ ജനവാസ കേന്ദ്രത്തിൽ ആനയെ പിന്നെ അതിൻ്റെ തുടർ ചികിത്സ കാര്യങ്ങൾ നടക്കില്ല. അപ്പോൾ ഇവിടെയുള്ള ജനക്കൂട്ടം ഒന്ന് നിയന്ത്രണ വിധേയമായ മാത്രമാണ് സാധിച്ചത്. അപ്പോൾ അതിൽ മാധ്യമങ്ങളും ജനങ്ങളെല്ലാവരും പോലീസ് പറയുന്ന നിർദ്ദേശങ്ങൾക്കനുസരിച്ചൊന്നും ഒന്ന് ഇവിടെ നിന്നൊന്ന് അകന്നു കഴിഞ്ഞാൽ ജനങ്ങൾ കൂടുന്തോറും ആന കൊണ്ട് പരിഭ്രാന്തരാകുന്ന സാഹചര്യമാണ്. അപ്പോൾ അതുകൊണ്ട് പിന്നെ അതിൻ്റെ വാഹനം കൊണ്ടുവന്ന് ഈ ജനവാസ കേന്ദ്രത്തിൽ നിന്ന് മാറ്റി പിന്നെ ചെമ്പൂക്കാവിലേക്ക് പറഞ്ഞേക്കൊണ്ടൊക്കെ ജനവാസ കേന്ദ്രമല്ലാത്ത കേന്ദ്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം മറ്റു കാര്യങ്ങളാണ് പിന്നെ സ്കൂളിൽ നിന്ന് പറഞ്ഞു എല്ലാ സ്കൂളും കൂടി. പിന്നെ അല്പം സമയത്തിന് ഡിലേ വന്നതിൻ്റെ കാരണം പിന്നെ ആന വടക്കനാഥിൻ്റെ അവിടെ നിന്നാണ് ഇത് നിയന്ത്രണം വരുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. ഓരോ സ്പോട്ടിലേക്ക് എത്തുമ്പോഴേക്കും മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ജനങ്ങൾ കൂടുതലും സ്വാഭാവികമായിട്ട് ആളുകൾ പരിഭ്രാന്തരായിട്ട് തന്നെ രക്ഷാപ്രവർത്തനമൊക്കെ ഇടയ്ക്ക് വരുന്ന ആളുകളൊക്കെ തന്നെയാണ്. പക്ഷേ ആളുകൾ കൂടുന്നതോറും ആന കൂടുതൽ വരേണ്ടായി കൂടുന്ന സാഹചര്യമുണ്ട്. ഒരു കാറ് തകർക്കപ്പെട്ട സാഹചര്യം വരുന്നുണ്ട്, വീടിന് നാശനഷ്ടം വരുന്നുണ്ട്, മതിലുകൾ തകർന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ നാശനഷ്ടങ്ങളെ സംബന്ധിച്ച് റിപ്പോർട്ട് തയ്യാറാക്കി ഇന്ന് തന്നെ കൈമാറാൻ കളക്ടറുമായി ബന്ധപ്പെട്ട് നിർദ്ദേശം ഗവൺമെൻറ് കൊടുക്കും. അല്ലാതെ കോമ്പൻസേഷൻ്റെ കാര്യങ്ങൾ ഈ നാശനഷ്ടങ്ങളുടെ കണക്കെടുക്കുന്ന ശേഷം കൊല്ലം മനസ്സിലാക്കുന്നത് വടക്കനാഥിലേക്ക് പിന്നെ തൊഴിലിപ്പിക്കാൻ വേണ്ടി കൊണ്ടുവന്ന ആണെന്നതാണ് മനസ്സിലാക്കുന്നത്. ഇവിടെ ഒരു ഫെസ്റ്റിവൽ ടൈമല്ല, ഈ പറയുന്ന കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയം ഇല്ലാത്തതുകൊണ്ടും അതുമായി ബന്ധപ്പെട്ട സ്കോഡിലെ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ഇതിനുണ്ടായി കാണുന്നുണ്ട്. അതാകേണ്ടതാണ്. പിന്നെ അങ്ങനെ ആനയ്ക്ക് നേരത്തെയും ഇതുപോലെ തന്നെ ഉള്ള കാര്യങ്ങൾ പ്രയാസം പറയുന്നു. ഒരു മാധ്യമപ്രവർത്തകനും ഒരു ചെറിയ പ്രയാസം പറയുന്നു. പോലീസിനോട് നടപടിയെടുക്കാൻ പറ്റുന്ന വടക്കനാഥിൻ്റെ തൊഴിക്കാൻ കൊണ്ടുവന്നത്. അപ്പോൾ അവിടെ നിന്നാണ് രണ്ടാമത്തെ സ്പോട്ടിൽ നിന്നാണ്
അസ്വസ്ഥത കാണിക്കുന്നു. പിന്നെ ഇവിടെ പാപ്പാൻ മുഴുവൻ താഴെ വീണു. പിന്നെ ഇപ്പോഴത്തെ കാര്യത്തെ സംബന്ധിച്ച് നിയന്ത്രണ മൊത്തം കാര്യം ഇപ്പോൾ ആനയെ നിയന്ത്രണമാക്കിയിട്ടുണ്ട്. ഇവിടെ ജനക്കൂട്ടം വന്ന് തിരിഞ്ഞാലാണ് ആനയുടെ മാറ്റാൻ പറ്റുന്നത്. കൂടുതൽ ആളുകൾ നമുക്ക് ഇതിനകത്ത് മാത്രമല്ല ഈ ചുറ്റുവട്ടത്തുള്ള ജനങ്ങളാകെ പരിഭ്രാന്തരായിരിക്കും. എത്രയും പെട്ടെന്ന് ആനയെ ഇവിടെ നിന്ന് മാറ്റാനുള്ളതാണ്. അപ്പോൾ അതിനൊരു സഹകരണം മാധ്യമങ്ങൾ ഉൾപ്പെടുത്തും. പിന്നെ ഈ പോലീസിൻ്റെ നടപടികൾ സഹകരിക്കാൻ വേണ്ടിയിട്ട് വീടുകൾ നാശനഷ്ടം ഉണ്ടാക്കിയിട്ടുണ്ട്. ആന അടഞ്ഞതൊക്കെ ശരി, അതൊക്കെ നമ്മളെല്ലാത്തിനും സമാനമുണ്ട്, നമ്മൾ ഒരുമിച്ച് നിൽക്കാം. പക്ഷേ ഇവിടുന്ന് ആന പോകണമെങ്കിൽ ഒന്നെങ്കിൽ MLA അല്ല മേയർ, അതല്ലാന്നുണ്ടെങ്കിൽ ആന ഉടമസ്ഥൻ ആരെങ്കിലും ഒരാൾ ഉറപ്പ് തന്നാലേ നമ്മൾ വിടുള്ളൂ. ഇല്ലാതെ ആനയുടെ മുമ്പിൽ ഞങ്ങളെല്ലാവരും ഇരിക്കും. ആ കാര്യത്തിലൊരു കോംപ്രമൈസും ഇല്ല. അപ്പോൾ ആന ഇവിടുന്ന് എസ്കേപ്പ് ചെയ്ത് കൊണ്ടുവന്നാണ് വിചാരിക്കേണ്ട. നാശനഷ്ടങ്ങൾ ആരെങ്കിലും ഉത്തരവാദിത്തം എടുക്കണ്ടേ? ഇയാളുടെ വണ്ടിയാണ് തകർത്ത് തരിപ്പണാക്കിയിരിക്കുന്നത്. 5 വണ്ടി. നാളെ ഇതൊക്കെ ഇപ്പൊ കഴിയും. ഇപ്പൊ അയാൾ വക്കീലാണ്, ഞാനും വക്കീലാണ്. നാളെ വരുമ്പോൾ ആന അല്ല പോത്ത് വന്നിടിച്ചാന്ന് പറയും. മനസ്സിലായി? അത് നടക്കില്ല. വന്നിട്ട് ആരെങ്കിലും ഉറപ്പ് കിട്ടിയാൽ മതി. ഓ ആയിക്കോട്ടെ, അതൊന്നും നമുക്ക് വരില്ല. മേലെ ഞാൻ പറഞ്ഞു അതൊക്കെ ശരി. നമുക്ക് ഈ കാര്യത്തില് ഒരു ഗോപു പറഞ്ഞ എനിക്ക് പറയാനുള്ള ഗോപും ഞാനായാലും ഒക്കെ തൊട്ടടുത്ത് വാടാ ഇതിനകത്തെ വീടാണ് നാട്ടുകാരുടെ ഇത് മേയർക്ക് ഇതിലല്ല, ഇത് മേയർക്കെതിരല്ല, MLA അതെ. ഞാൻ സമാനപ്പെട്ട കാരണം എനിക്ക് ഇയാള് മന്ത്രിയായിരുന്നു. അത് പോട്ടെ, ഞാൻ പറഞ്ഞ അത് കുഴപ്പമില്ല, നമ്മുടെ സൗഹൃദമാണ്. ഒരു മിനിറ്റ്, നമ്മുടെ ഇവിടുത്തെ ആനയെ കൊണ്ട് ഉടമസ്ഥൻ പോകാൻ നമ്മൾ അതിനൊരു ആരെങ്കിലും ഉറപ്പ് വന്നാൽ ഇത്രയും പബ്ലിക് കൂടുതലുള്ള ഒരു ജനവാസികളുടെ ഉദ്യോഗസ്ഥരെല്ലാവരും ആവശ്യപ്പെടുന്നത് ജനങ്ങൾ നിർത്തണം, ജനങ്ങൾ കൂടുതലും അപ്പോൾ അതുകൊണ്ട് നാശനഷ്ടങ്ങളുടെ കണക്കെടുത്ത് ആന മാറ്റാൻ എന്നിട്ട് വേണം അവരത് മേടിക്കാൻ. അപ്പോൾ അത് നമുക്ക് നാശനഷ്ടങ്ങളുടെ കണക്കെടുത്ത് അതിൻ്റെ കോമ്പൻസേഷൻ അതായത് നാശനഷ്ടങ്ങളുടെ കണക്കെടുത്തോ നമുക്കൊരു ഉത്തരവാദിത്തപ്പെട്ട ഒരാൾ, മന്ത്രി അല്ലെ മേയർ അല്ലെങ്കിൽ MLA, ഇവിടെ എല്ലാവരും ഉണ്ടല്ലോ. അതിന് മുമ്പ് നിങ്ങൾ ഉറപ്പ് തന്നാൽ മതി, നാശനഷ്ടങ്ങൾക്ക് കോമ്പൻസേഷൻ തരും എന്ന് പറഞ്ഞാൽ നമ്മൾ പൊക്കോളും. നമുക്കൊരു പ്രശ്നമില്ല. അല്ല, അങ്ങനെ ആനയുമായി ബന്ധപ്പെട്ട വിഷയത്തില് നാശനഷ്ടങ്ങൾ അല്ല അവസരമില്ല. വളരെ കോർഡിനേറ്റാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ പോയാലും പോയില്ല എനിക്ക് അതല്ലാണ്ട് ശരിയാവില്ല. ഒരു ആന വന്ന് ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ ചുമതലപ്പെട്ട ആളുകൾ, അതിന് ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ഇവിടുത്തെ നാശനഷ്ടങ്ങൾക്ക് ആരാണ് ഉത്തരവാദിത്വം, അത്രേ ഉള്ളൂ. ഇപ്പം മിനിസ്റ്റർ പറയണോ അത് നാശനഷ്ടങ്ങളുടെ കണക്കെടുത്തിട്ട് അതിന് പരിഹാരം നൽകാമെന്നാണ് ഇപ്പം മിനിസ്റ്റർ പറഞ്ഞത്. ആ വാക്ക് നമ്മൾ വിശ്വസിക്കുന്നു, അത്രേ ഉള്ളൂ. എങ്ങനെ പോയാലും 5 വീട് തകർത്തിട്ടുണ്ട്. വീട് മുഴുവനായിട്ടല്ലെങ്കിലും വീട് തകർത്തിട്ടുണ്ട്. പിന്നെ കാറുകൾ ഒരു 3 കാറുണ്ട്, ഒരു 7 ബൈക്കുണ്ട്. ഇവരൊക്കെ തൊഴിലാളികളാണ്, പാവപ്പെട്ട ആൾക്കാരാണ്, തൊഴിലെടുക്കാൻ വന്ന ആൾക്കാരാണ്. അവരൊക്കെ ആ ബൈക്ക് ഇനി ഉപയോഗിക്കാൻ പറ്റില്ല. ഇത് ആരെങ്കിലും ഇതൊക്കെ കഴിഞ്ഞ് ഇവർ പോകും. അത് കഴിഞ്ഞപ്പോൾ ഇത് 5 എൻ്റെ അല്ല, എൻ്റെ വീട് പണിയാൻ വന്ന ആ തൊഴിലാളികൾ, ഇവിടെയുള്ള പല ആൾക്കാരും പോയിട്ടില്ല. ഇതൊക്കെ കഴിഞ്ഞ് ഇവർ പറയും ആനയൊന്നും വന്നിട്ടില്ല എന്ന് പറയും. നമ്മൾ പരാതിയുണ്ട്. ഡ്രൈവിംഗ്
ചെയ്തിട്ട് ആ തെരുവിലെത്തിയപ്പോൾ ഫ്രണ്ടിൽ നിന്ന് കുറച്ച് പിള്ളേർ വന്നിട്ട് പറഞ്ഞു, ചേച്ചി ആന വരുന്നുണ്ട്, റിവേഴ്സ് എടുക്കുക ബാക്കിൽ സ്കൂട്ടിയിൽ മോള് വരുന്നുണ്ടായിരുന്നു, ഇപ്പുറത്തെ ഒരു കാർ ഇങ്ങടുത്ത് റിവേഴ്സ് ഇട്ട് നിൽക്കുന്നുണ്ടായിരുന്നു, ഫ്രണ്ടിൽ പിള്ളേരുണ്ടായിരുന്നു. അപ്പം മാക്സിമം റിവേഴ്സ് എടുക്കാൻ നോക്കി പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ മോളോട് ബാക്കിൽ പോകുമെന്ന് പറയാൻ തുടങ്ങി. കാരണം ഇനി എന്തായാലും എനിക്ക് എടുക്കാൻ പറ്റില്ല, അവളോടെങ്കിലും പോകാൻ പറയാൻ പറയുമ്പോഴേക്കും ആന അടുത്തെത്തി മൊത്തം എടുത്ത് പൊക്കിയാനാ, വണ്ടിയോട് കൂടി എടുത്ത് തന്നെ പൊക്കി. എന്നിട്ട് വീണ്ടും കുത്താണ്, ആനയിട്ടിട്ട് കുത്തിക്കൊണ്ടിരിക്കുക. വണ്ടി എടുത്ത് കുത്തി പൊങ്കിച്ച് സൈഡിലേക്കാക്കി. എന്നിട്ട് കുത്തിയിട്ട് ആന ആ സൈഡത്തെ വഴി കൂടെ പോയി. അവർക്ക് ഓപ്പോസിറ്റ് ഡോറിൽ കൂടെ പിള്ളേർ, അവിടെ കുറച്ച് പിള്ളേരുണ്ടായിരുന്നു, അവരാണ് ഈ സ്കൂട്ടിയിൽ വരുന്നത്. ആ വണ്ടി കിടക്കുന്ന സ്ഥലത്ത് തന്നെ അവിടെ നിന്ന് തിരിച്ച് വലിച്ച ഓപ്പോസിറ്റ് സൈഡിൽ കൂടെ ഉള്ള ഡോറിൽ കൂടെ വലിച്ചെടുക്കുകയായിരുന്നു. ഓപ്പോസിറ്റ് ഡോറിൽ കൂടെ ഇറങ്ങി ഓടിയതാണോ? എനിക്ക് ഇറങ്ങാൻ പറ്റുന്നുണ്ടായിരുന്നില്ല, ഞാൻ അവിടെ ജാമായി. എന്നിട്ട് പിള്ളേർ വലിച്ചെടുക്കുകയായിരുന്നു അതിൻ്റെ ഉള്ളിൽ. നാട്ടുകാരാണ് രക്ഷിച്ചത്. അതെ അതെ ആ നിമിഷം ആന വന്ന് വണ്ടി തീർന്നു തോന്നി സാർ. ഇത്ര ഉണ്ടായിരുന്നു, രക്ഷപ്പെട്ടതിൽ ഒരുപാട് സന്തോഷം. ഏതാണ്ട് 1 മണിക്കൂർ കഴിഞ്ഞു. ഇപ്പൊ എങ്ങനെയാണ് ഇപ്പോൾ സംഭവിച്ചതൊക്കെ ആലോചിക്കുമ്പോൾ വലിയ നേട്ടം വലിയ നേട്ടം തന്നെയാണ്. കൊല്ലാത്ത പേടി പോലെ ആനയുടെ തുമ്പിക്കൈയിലും മസ്തകത്തിന്റെ ഭാഗത്തും വരുന്ന വരവാണ്. ആ സമയത്താണ് ഈ ആന ഇടഞ്ഞത്. ഇതേപോലെ പലരും രാവിലെ തൃശൂർ ചെമ്പുക്കാവ് ഗാന്ധി നഗറിൽ ആന ഇടഞ്ഞ സംഭവം റിപ്പോർട്ട് ചെയ്യാനും ചിത്രീകരിക്കാനും എത്തിയ മാധ്യമപ്രവർത്തകർക്കു നേരെ സാമൂഹ്യ വിരുദ്ധരില്ലെന്ന് ശാരീരിക മർദ്ദനമേറ്റു. സംഭവം അങ്ങേയറ്റം അപലപനീയവും ജനാധിപത്യത്തിന് നിരക്കാത്തതുമാണ്. പൊതുജനങ്ങളെ വിവരമറിയിക്കാൻ ജീവൻ പോലും പണയപ്പെടുത്തി ജോലി ചെയ്യുന്ന മാധ്യമപ്രവർത്തകർക്കു നേരെ ഇത്തരം അതിക്രമങ്ങൾ ഉണ്ടാകുന്നത് യാതൊരു തരത്തിലും അംഗീകരിക്കാൻ കഴിയില്ല. മാധ്യമപ്രവർത്തകരെ ശാരീരികമായി മർദ്ദിച്ച കുറ്റവാളികളെ എത്രയും വേഗം തിരിച്ചറിഞ്ഞ് നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്നും മാതൃകാപരമായ ശിക്ഷാ നടപടികൾ സ്വീകരിക്കണമെന്നും ആവശ്യപ്പെട്ടു. മുകളിൽ ഞങ്ങൾ ആന താഴ്ത്തടഞ്ഞ് നിൽക്കായിരുന്നു. ഞങ്ങൾ ആനയുടെ അടുത്ത് പോലല്ല, 3-ാം നിലയുടെ മുകളിൽ കയറിയിട്ട് നമ്മൾ സമാധാനം എടുക്കൊണ്ടിരിക്കുമ്പോൾ ഈ ആനയുടെ കൂടുതൽ ആനയുടെ പാപ്പാനാന്ന് തോന്നുന്നു. അദ്ദേഹം വന്നിട്ട് ഞങ്ങളെ രൂക്ഷമായിട്ട് തെറി പറഞ്ഞു. അത് മാത്രമല്ല, മനോരമയുടെ ഫോട്ടോഗ്രാഫർ വിഘ്നേഷിന്റെ ക്യാമറ വലിച്ചു കീറി അസഭ്യം തെറി പറഞ്ഞു. ഒരു മനുഷ്യൻ ഇതുവരെ പറയാൻ തത്ത തെറി പറഞ്ഞു, ഞങ്ങളെ ഉപദ്രവിച്ചു, കൈകാര്യം ചെയ്തു. അവസാനം പോലീസ് വന്നിട്ടാണ് ഞങ്ങളെ രക്ഷപ്പെട്ടത്. ആനയിടയൽ സംഭവത്തിന്റെ അന്വേഷണത്തിന് ഉത്തരവിട്ട് കളക്ടർ. തൃശൂർ ഡിഎഫ്ഒയ്ക്കും സോഷ്യൽ ഫോറസ്ട്രി ACFനോടുമാണ് റിപ്പോർട്ട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ദേശീയപാത അധികൃതരുടെ അനാസ്ഥ. മുടിക്കോട് സെന്ററിൽ അപകടക്കെണിയായി ബോക്സ് കൾവെട്ട്. മുടിക്കോട് ശിവക്ഷേത്രത്തിന് മുന്നിൽ സർവീസ് റോഡിനോട് ചേർന്ന് സ്ലാബിട്ട് മൂടാത്ത വലിയ ബോക്സ് കൾവെട്ട് നിർമ്മിച്ചിരിക്കുന്നു. പാലക്കാട് ഭാഗത്തേക്കുള്ള പാതയിൽ മേൽപ്പാലത്തിനോട് ചേർന്നുള്ള ഈ കൾവെട്ടിന് 6 അടിയിലേറെ താഴ്ചയുണ്ട്. അടിപ്പാത നിർമ്മാണം പൂർത്തിയായി വശങ്ങൾ കോൺക്രീറ്റ് നടത്തിയെങ്കിലും സർവീസ് റോഡിനോട് ചേർന്നുള്ള ഇത്രയും വലിയ കലുങ്ക് സ്ലാബിട്ട് മൂടാൻ അധികൃതർ തയ്യാറായിട്ടില്ല. ഇരുചക്ര വാഹനങ്ങളും കാൽനട യാത്രക്കാരും അപകടത്തിൽപ്പെടാനുള്ള സാധ്യത വളരെയാണ്. അധികൃതർ അടിയന്തര നടപടികൾ സ്വീകരിച്ച് യാത്രക്കാരുടെ സുരക്ഷ ഉറപ്പുവരുത്തണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെടുന്നു. കേരള മന്ത്രിസഭയിൽ തൃശൂർ ജില്ലയിൽ നിന്നുള്ള കായിക യുവജനക്ഷേമ വകുപ്പ് മന്ത്രി OJ ജനീഷിനും ജില്ലയിലെ UDF MLAമാർക്കും ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ DCC ഓഫീസിൽ സ്വീകരണം നൽകി.
ബെന്നി ബെഹന്നാൻ MP ഉദ്ഘാടനം ചെയ്തു. DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റ് അധ്യക്ഷത വഹിച്ചു. തോമസ് ഉണ്ണിയാടൻ, തൃശൂർ MLA രാജൻ ജെ പല്ലൻ എന്നിവർ സംസാരിച്ചു. ജോസ് വള്ളൂർ, MP വിൻസെന്റ്, അബ്ദുൾ റഹ്മാൻ കുട്ടി, അനിൽ അക്കര, KV ദാസൻ, മേയർ നിജി ജസ്റ്റിൻ, ഡെപ്യൂട്ടി മേയർ A പ്രസാദ് എന്നിവർ പങ്കെടുത്തു. ആദരണീയനായ ശ്രീ ബെന്നി ബെഹന്നാൻ ഇന്നിവിടെ നമ്മൾ സ്വീകരണം നൽകുന്ന ബഹുമാന്യനായ കേരളത്തിൻ്റെ ജില്ലയിൽ നിന്നും പ്രദാനം ചെയ്ത മന്ത്രി ശ്രീ OJ ജനീഷ് ഇന്നിവിടെ സ്വീകരണം ഏറ്റുവാങ്ങുന്ന തൃശ്ശൂരിൻ്റെ പ്രിയങ്കരനായ MLA ശ്രീ രാജൻ ജെ പല്ലൻ, മറ്റ് വേദിയിലിരിക്കുന്ന ബഹുമാന്യരായ നേതാക്കന്മാരെ, ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള നല്ലവരായ സഹപ്രവർത്തകരെ, സീറ്റ് ജയിച്ചപ്പോൾ കേരളത്തിൽ ജയിച്ച ഒരു സീറ്റായിരുന്നു ബഹുമാനായ ശ്രീ കെ കരുണാകരൻ ഉദ്ഘാടനം ചെയ്ത മാളയിൽ. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ പിന്നീട് എല്ലാ പ്രാവശ്യവും മാളയിൽ മത്സരിച്ചു. അദ്ദേഹം പുറത്തിട്ടില്ല, അദ്ദേഹം ജയിച്ചില്ല. കഴിഞ്ഞ 2 ടേമായി നമുക്ക് നഷ്ടപ്പെട്ടു. അതുകൊണ്ട് ഞാൻ ജനീഷിനോട് പറയുന്നു, ലീഡർ എങ്ങനെയാണോ ആ നിയോജകമണ്ഡലം പുത്രിയാക്കി മാറ്റിയത്, കൊടുങ്ങല്ലൂർ നിയോജകമണ്ഡലം പഴയ മാള നിങ്ങൾക്ക് ആ പുത്രിയാക്കി മാറ്റാൻ സാധിച്ചിട്ടില്ല. DCC പ്രസിഡന്റ് വളരെ സന്തോഷവും അഭിമാനവും നിറഞ്ഞ നിമിഷമാണ്. തൃശ്ശൂരിൽ നേരത്തെ സംസാരിച്ച നേതാക്കന്മാരെ പറഞ്ഞു, നമുക്ക് വലിയ വിജയം നേടിയെടുക്കാൻ സാധിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ കൂടി, നമ്മൾ ആഗ്രഹിച്ച രീതിയിലേക്ക് എത്തിയിട്ടില്ല എങ്കിൽ കൂടി കഴിഞ്ഞ കാലത്ത് നിന്ന് ഒരുപാട് മുന്നോട്ട് നടക്കാൻ നമുക്ക് സാധിച്ചു എന്നുള്ളത് ഒരു വസ്തുതയാണ്. 10,000ങ്ങളുടെ വ്യത്യാസത്തിൽ പരാജയപ്പെട്ടു പോയ പല സീറ്റുകളും ഈ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടത് 100 വോട്ടുകളുടെയും 1000 വോട്ടുകളുടെയും ഒക്കെ വ്യത്യാസത്തിൽ മാത്രമാണ്. ജില്ലക്കകത്ത് നമുക്ക് അനുകൂലമാകാവുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നുള്ള യാഥാർത്ഥ്യമാണ്. പക്ഷെ നമ്മുടെ സമയം, നമ്മുടെ സംഘടനാ പ്രവർത്തനങ്ങളിലേക്ക്, തെരഞ്ഞെടുപ്പുകളിലേക്ക് ഒരുപക്ഷെ 2 തെരഞ്ഞെടുപ്പുകളിൽ പരാജയപ്പെട്ടതുകൊണ്ട് പല സീറ്റുകളിലും പലരും തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ജനീഷിനും അതുപോലെ MLA-മാർക്കും വൈകിട്ട് വർഗീസും പൈസ അടക്കമുള്ള ജില്ലാ കൗൺസിൽ ഭാരവാഹികൾ അവരുണ്ട്. ഒല്ലൂക്കര ബ്ലോക്ക് പഞ്ചായത്ത് സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ പാലിയേറ്റീവ് പരിചരണത്തിലുള്ള രോഗികളുടെ മക്കൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. വെള്ളാനിക്കര CHCയിൽ സംഘടിപ്പിച്ച പരിപാടി ഒല്ലൂക്കര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീവിദ്യ രാജേഷ് ഉദ്ഘാടനം ചെയ്തു. നോട്ട് ബുക്കുകൾ, പേന, പെൻസിൽ, സ്കൂൾ ബാഗ്, കുട, കളർ പെൻസിൽ, ഇൻസ്ട്രുമെന്റ് ബോക്സ് എന്നിവ അടങ്ങിയ കിറ്റാണ് ഓരോ കുട്ടിക്കും നൽകിയത്. ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. CHCയിലെ പാലിയേറ്റീവ് നഴ്സുമാർ തയ്യാറാക്കിയ ലിസ്റ്റ് പ്രകാരം 32 കുട്ടികൾക്കാണ് പഠനോപകരണങ്ങൾ നൽകിയത്. പാലിയേറ്റീവ് പരിചരണത്തിലുള്ള കുടുംബങ്ങളുടെ പ്രയാസങ്ങൾ കണ്ടറിഞ്ഞ് ചെറിയൊരു കൈത്താങ്ങാണ് വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസം മുടങ്ങരുത് എന്ന ലക്ഷ്യത്തോടെയുള്ള ഈ പദ്ധതി. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മാത്യു നൈനാൻ അധ്യക്ഷത വഹിച്ചു. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ രാജി ഗിരിജ, വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മിനി ഉണ്ണികൃഷ്ണൻ, ഡിവിഷൻ മെമ്പർ ജൈമി, മെഡിക്കൽ സൂപ്രണ്ട് രാജീവ്, പാലിയേറ്റീവ് നഴ്സ് നിമ്മി എന്നിവർ സംസാരിച്ചു. രോഗികളുടെ കുടുംബാംഗങ്ങൾ, പാലിയേറ്റീവ് വോളണ്ടിയർമാർ, ആരോഗ്യ പ്രവർത്തകർ, ജനപ്രതിനിധികൾ എന്നിവർ പങ്കെടുത്തു. ഇടവേള. MediPlus Diagnostics, an ISO quality specified diagnostic center. മണ്ണുത്തിയിൽ ആദ്യമായി
digital X-ray, ultrasound and color Doppler scanning, modular laboratory, ECG and doctor's consultation. ഇപ്പോൾ ഇവയെല്ലാം ഒരു കുടക്കീഴിൽ വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര നിലവാരമുള്ള അതിനൂതന ടെക്നോളജിയുടെ ഫുള്ളി ഓട്ടോമാറ്റിക് അനലൈസറുകളുടെ സഹായത്താൽ കൃത്യതയാർന്ന പരിശോധനാ ഫലങ്ങൾ. റാൻഡോക്സ് QC UK, ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് വെല്ലൂർ എന്നീ ഗുണമേന്മ പരിശോധനയുടെ അംഗീകാരം. ഹോം കളക്ഷൻ, സ്പെഷ്യൽ ഡിസ്കൗണ്ടുകളോടുകൂടിയ ഹെൽത്ത് പാക്കേജുകൾ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. ഓർത്തോപീഡിക് സർജൻ തിങ്കൾ വ്യാഴം ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും ജനറൽ മെഡിസിൻ MD, കൺസൾട്ടന്റ് ഫിസിഷ്യൻ ആൻഡ് ഡയബറ്റോളജിസ്റ്റ് വൈകിട്ട് 5 മണി മുതൽ സേവനമനുഷ്ഠിക്കുന്നു. സ്കാനിങ്ങിനും ഡോക്ടർമാരുടെയും ബുക്കിംഗിനുമായി കോൺടാക്ട് മെഡിപ്ലസ് ഡയഗ്നോസ്റ്റിക്സ്, സുവർണ ബസാർ, മണ്ണുത്തി. ഫോൺ 0487237237 മൊബൈൽ 7902272374. 35 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള മണ്ണുത്തിയിലെ ഏക സ്ഥാപനം രചന ലബോറട്ടറി. ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡ് ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഹെമറ്റോളജി, ബയോകെമിസ്ട്രി, ഇലക്ട്രോലൈറ്റ്സ്, ഹോർമോൺസ്, സെറോളജി, ക്ലിനിക്കൽ പാത്തോളജി, ECG, ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീനറികളുടെ സഹായത്താൽ ഉത്തരവാദിത്വത്തോടുകൂടി റിസൾട്ടുകൾ പേഷ്യൻസിന് ലഭ്യമാക്കുന്നു. ഒറ്റ ഫോൺ കോളിൽ ഹോം സർവീസ്. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ സേവനം. എല്ലാ ദിവസവും രാവിലെ 7 മുതൽ വൈകിട്ട് 7 വരെയും ഞായറാഴ്ചകളിൽ രാവിലെ 7 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും തുറന്നു പ്രവർത്തിക്കുന്നു. രചന ലബോറട്ടറി, NH റോഡ്, മണ്ണുത്തി. an ISO സർട്ടിഫൈഡ് ലബോറട്ടറി. കഥ കേൾക്കാൻ റെഡിയായിട്ടായിരുന്നു അച്ചു വന്നത്. കുനുകുനയുള്ള കുഞ്ഞക്ഷരങ്ങൾ, ഒരു രക്ഷയുമില്ല. പണ്ടുള്ളവർ പറയുന്നത് പോലെ കണ്ണങ്ങട് പിടിക്കുന്നില്ല. വിഷമിച്ചാണ് പോയതെങ്കിലും അമ്മയ്ക്ക് വായിക്കാൻ പാകത്തിന് വലിയ അക്ഷരങ്ങളിൽ കണ്ണിന്റെ എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരവുമായാണ് എന്റെ കുഞ്ഞ് കൺസൾട്ടന്റ് എത്തിയത് കേട്ടോ. യെസ്, തൃശൂർ മണ്ണുത്തിയിലുള്ള ഡോക്ടർ ആശാസ് അമൃത ഐ ക്ലിനിക്. കണ്ണ് സംബന്ധിച്ച എല്ലാ വിഷമതകൾക്കും കംപ്ലീറ്റ് സൊല്യൂഷൻ ഇവിടെയുണ്ട്. അത്യാധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ചുള്ള നേത്ര ചികിത്സയ്ക്ക് ശേഷം കണ്ണിൽ വന്ന മാറ്റം എനിക്ക് കുറച്ചൊന്നുമല്ല ആത്മവിശ്വാസം നൽകിയത്. ഇനിയും 100 കഥകൾ വായിച്ചു കൊടുക്കാൻ പ്രാപ്തമായ മിഴികളാക്കി തിരിച്ചു തന്നത് ഡോക്ടർ ആശയാണ്. കാഴ്ചയാണ് ഭാഗ്യം. ഡോക്ടർ ആശാസ് അമൃത ഐ ക്ലിനിക്, മണ്ണുത്തി, തൃശൂർ. വാർത്തകൾ തുടരുന്നു. കായിക യുവജനക്ഷേമ വകുപ്പ് മന്ത്രി OJ ജനീഷ് പൂങ്കുന്നം മുരളി മന്ദിരത്തിൽ കരുണാകരന്റെ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തി. സുനിൽ അന്തിക്കാട്, ഡെപ്യൂട്ടി മേയർ A പ്രസാദ് സജി എന്നിവർ സന്നിഹിതരായിരുന്നു. തൃശൂരിൽ ആനയിടഞ്ഞ സംഭവത്തിൽ ജില്ലാ ഭരണകൂടം അടിയന്തര നടപടികൾ സ്വീകരിച്ചു. ആന ഓടിയതുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തി റിപ്പോർട്ട് നൽകാൻ ജില്ലാ കളക്ടർ ഉത്തരവിട്ടു. തൃശൂർ DFOയ്ക്കും സോഷ്യൽ ഫോറസ്ട്രി ACFനുമാണ് റിപ്പോർട്ട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. തഹസിൽദാർ, ദുരന്ത നിവാരണ ഡെപ്യൂട്ടി കളക്ടർ എന്നിവർ സ്ഥലത്തുണ്ടായിരുന്നു. ആന ഓടുന്നതിനാൽ പെട്ടെന്ന് ഡാർട്ടിംഗ് പ്രായോഗികമായ സാഹചര്യം ഇല്ലായിരുന്നു. തഹസിൽദാർ, വില്ലേജ് ഓഫീസർ എന്നിവരോട് വാഹനങ്ങളുടെയും മറ്റു വസ്തുക്കളുടെയും നഷ്ടം സംബന്ധിച്ച് പരിശോധന നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ അടിയന്തര നിർദ്ദേശം നൽകി. തിരുവനന്തപുരം സ്വദേശി ശിവദത്തിന്റേതാണ് ആന. ആനയെ ഇൻഷൂർ ചെയ്തിട്ടുണ്ട്. നാശനഷ്ടങ്ങൾ സംഭവിച്ച എല്ലാവർക്കും നഷ്ടപരിഹാരം കിട്ടുമെന്ന് ഉറപ്പുവരുത്തും. നിയമലംഘനങ്ങൾ സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസറുടെയും സോഷ്യൽ ഫോറസ്ട്രി ACFന്റെയും റിപ്പോർട്ട് അനുസരിച്ച് നടപടി സ്വീകരിക്കും. ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുമായി അടിയന്തര യോഗം ചേർന്ന് റിപ്പോർട്ടുകൾ വേഗത്തിലാക്കാൻ കളക്ടർ നിർദ്ദേശം നൽകി. നഷ്ടങ്ങളുടെ വിവരം: പെരിങ്ങാവ് വില്ലേജ് പരിധിയിലെ 5 സ്കൂട്ടറുകൾക്കും കാറിനും നാശനഷ്ടം സംഭവിച്ചു. 5 വീടുകളുടെ കോമ്പൗണ്ട് വാളുകൾക്ക് നഷ്ടം സംഭവിച്ചു. തൃശൂർ വില്ലേജ് ഓഫീസ് പരിധിയിലെ പോസ്റ്റ് ഓഫീസ് കെട്ടിടത്തിന്റെ മുൻവശ ട്രസ് വർക്ക് ഒരു ഭാഗത്തിന് കേടുപാട് സംഭവിച്ചു. ഒരു കാറിനും ഓട്ടോറിക്ഷയ്ക്കും നാശനഷ്ടം സംഭവിച്ചിട്ടുണ്ട്. ടൗൺ ഹാൾ ഫെൻസിംഗ് ഗ്രിൽ ഭാഗത്തും കേടുപാടുകൾ സംഭവിച്ചു.
മണ്ണുത്തി ഡോൺ ബോസ്കോ സെൻട്രൽ സ്കൂളിലെ മെറിറ്റ് ദിനം ആഘോഷിച്ചു. ICSE, ISC പരീക്ഷകളിൽ 100% വിജയമാണ് സ്കൂൾ ഇപ്രാവശ്യം നേടിയത്. മികച്ച വിജയം കൈവരിച്ച വിദ്യാർത്ഥികൾക്കുള്ള അനുമോദന ചടങ്ങ് തൃശൂർ കോർപ്പറേഷൻ ഡെപ്യൂട്ടി മേയർ A. പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ മാനേജർ ഫാദർ ജോയ്സ് തോണിക്കുടിയിൽ അധ്യക്ഷത വഹിച്ചു. പ്രിൻസിപ്പൽ ഫാദർ വിപിൻ എളമ്പാശ്ശേരി റിപ്പോർട്ട് അവതരിപ്പിച്ചു. ഫാദർ ടോമി ചിറക്കൽ, ഫാദർ ഓസ്റ്റിൻ പുളിമുട്ടിൽ, സ്കൂൾ കോർഡിനേറ്റർമാരായ റീജ, അജിത, നീമ എന്നിവർ സംസാരിച്ചു. വിവിധ കലാപരിപാടികളോടുകൂടി ചടങ്ങ് സമാപിച്ചു. ലയൺ ഓഫ് മൾട്ടിപ്പിൾ അവാർഡ് പ്രശാന്ത് മേനോന്. കേരളത്തിലെ ഏറ്റവും മികച്ച സാമൂഹ്യ സേവനത്തിനുള്ള ലയൺസ് ക്ലബ് മെമ്പർമാർക്കുള്ള അവാർഡാണ് പ്രശാന്ത് മേനോന് ലഭിച്ചത്. കേരളത്തിലെ 848 ക്ലബ്ബുകളിലെ 30,000 അംഗങ്ങളിൽ നിന്നാണ് മികച്ച സേവന പ്രവർത്തനങ്ങൾക്കുള്ള ഉയർന്ന അവാർഡ് ലഭിച്ചത്. വിക്ടറി ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ മാനേജിംഗ് ഡയറക്ടറും 5 വർഷമായി ITI സ്റ്റേറ്റ് മാനേജേഴ്സ് അസോസിയേഷന്റെ സ്റ്റേറ്റ് ജനറൽ സെക്രട്ടറിയുമാണ് പ്രശാന്ത് മേനോൻ. പുത്തൂർ ചോച്ചേരിക്കുന്ന് ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ നാദാർച്ചനയും കാവടി പൂജയും നടന്നു. ശനിയാഴ്ച വൈകിട്ട് 5 മണി മുതൽ 7:30 വരെയാണ് ചടങ്ങുകൾ. പ്രശസ്ത നാദസ്വര സംഘം കരിയന്നൂർ ബ്രദേഴ്സ് നാദാർച്ചനയ്ക്ക് നേതൃത്വം നൽകി. കണ്ണൻ ഇരവിമംഗലത്തിന്റെ നേതൃത്വത്തിൽ അമ്പലക്കാവടിയും പൂക്കാവടിയും വിളക്കാട്ടം ഭാസ്കരൻ താണിക്കുടത്തിന്റേതുമായിരിക്കും. പുത്തൂർ ഷൺമുഖാനന്ദ സ്വാമിക്ക് സ്നേഹാദരവ് സമർപ്പിക്കുന്ന ചടങ്ങുമുണ്ട്. ഭക്തജനങ്ങൾ പങ്കെടുത്ത് സുബ്രഹ്മണ്യ സ്വാമിയുടെ അനുഗ്രഹം തേടി. ചൊവ്വൂർ സെന്റ് സേവിയേഴ്സ് ഹൈസ്കൂളിൽ 2025-28 ലിറ്റിൽസ് ബാച്ചിലെ അംഗങ്ങൾക്ക് ഏകദിന പരിശീലനം സംഘടിപ്പിച്ചു. പൊതുവിദ്യാഭ്യാസ വകുപ്പ് സംഘടിപ്പിക്കുന്ന പരിപാടിയിൽ ക്യാമറ പരിശീലനവും വീഡിയോ ഡോക്യുമെന്റേഷൻ പരിശീലനവും നടന്നു. ഫസ്റ്റ് അസിസ്റ്റന്റ് നീന ടീച്ചർ പരിപാടി ഉദ്ഘാടനം ചെയ്തു. അമ്മാടം സെന്റ് ആന്റണീസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപികയും LK മെന്ററുമായ ഐഡ മേരി ഫേസ് 1 എന്ന സ്കൂൾ തല ക്യാമ്പ് നയിച്ചു. വിദ്യാലയത്തിലെ LK മെമ്പറായ വിനീത ടീച്ചർ നേതൃത്വം നൽകി. ഇടവേള. സ്ക്വയർ ഫീറ്റിൽ 3 നിലകളിലായി നവീകരിച്ച മണ്ണുത്തിയിലെ ഏറ്റവും വലിയ ബ്യൂട്ടി പാർലർ മാഗ്നോലിയെ ഒരു വൻ വിജയമാക്കി മാറ്റിയ എല്ലാ പ്രിയ ഉപഭോക്താക്കൾക്കും ഹൃദയം നിറഞ്ഞ നന്ദി. ഇലക്ട്രോണിക് സ്കിൻ തെറാപ്പി, ഫിഷ് തെറാപ്പി തുടങ്ങി 26-ൽ പരം മാഗ്നോലിയ സ്പെഷ്യൽ തെറാപ്പിയുമായി അതിവിശാലമായ കാർ പാർക്കിംഗ് സൗകര്യത്തോടെ അണിയിച്ചൊരുക്കിയ മാഗ്നോലിയ ബ്യൂട്ടി പാർലറിലേക്ക് ഏവർക്കും സ്വാഗതം. മാഗ്നോലിയ ലേഡീസ് ബ്യൂട്ടി പാർലർ, കൊടുങ്ങല്ലൂർക്കാവ് അമ്പലത്തിന് സമീപം, മണ്ണുത്തി. പരിശുദ്ധ സ്വർണ്ണ വിപണനത്തിന്റെ വിശ്വസ്തവും സംതൃപ്തവുമായ 40 വർഷങ്ങൾ. സണ്ണീസ് ജ്വല്ലറി, കാലത്തിനൊപ്പം മാറുന്ന ഡിസൈനുകളുമായി തീർത്തും പരിശുദ്ധമായ സ്വർണം, വെള്ളി, ഡയമണ്ട് ആഭരണങ്ങൾ. ഇഷ്ടാനുസരണം തിരഞ്ഞെടുക്കാൻ വിപുലമായ കളക്ഷൻസ്. സുദീർഘമായ 4 പതിറ്റാണ്ടിലൂടെ ആർജിച്ചെടുത്ത ജനവിശ്വാസം. മണ്ണുത്തിയിൽ തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപവും പോസ്റ്റ് ഓഫീസിന് സമീപവുമായി 2 ഷോറൂമുകൾ. മോഹന വാഗ്ദാനങ്ങളില്ലാത്ത വിശ്വസ്ത സ്ഥാപനം. സണ്ണീസ് ജ്വല്ലറി, തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപം, മണ്ണുത്തി. പോസ്റ്റ് ഓഫീസിന് സമീപം, മണ്ണുത്തി. വാർത്തകൾ തുടരുന്നു. പൈപ്പ് ലൈൻ സ്ഥാപിക്കാനെടുത്ത കാനയിൽ കുടിവെള്ള വിതരണം നടത്തുന്ന ടാങ്കർ ലോറി കുടുങ്ങി. പുത്തൂർ പഞ്ചായത്ത് പരിധിയിലെ 6-ാം വാർഡ് കട്ടിംഗ് കമ്പനിപ്പടി കനാൽ വഴിയിലാണ് ടാങ്കർ ലോറി കുടുങ്ങിയത്. വീതി കുറഞ്ഞ കനാൽ റോഡിന്റെ ഇരുഭാഗത്തും കുടിവെള്ള വിതരണത്തിനായുള്ള പൈപ്പുകൾ സ്ഥാപിക്കാൻ കാനകൾ കീറിയിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത മഴയിൽ ഈ കാനകളിലെ മണ്ണ് താഴ്ന്നതോടെയാണ് ഇതുവഴി കുടിവെള്ള വിതരണം നടത്താനെത്തിയ ടാങ്കർ ലോറിയുടെ ചക്രങ്ങൾ കാനയിൽ താഴ്ന്നത്. മുൻഭാഗത്തെയും പിൻഭാഗത്തെയും ചക്രങ്ങൾ കാനയിൽ താഴ്ന്നതോടെ വാഹനം നീക്കാൻ കഴിയാത്ത അവസ്ഥയായി. ടാങ്കറിലെ വെള്ളം പൂർണ്ണമായും ഒഴിവാക്കിയ ശേഷം മറ്റൊരു വാഹനം എത്തിച്ച് ഏറെ നേരത്തെ ശ്രമത്തിനൊടുവിലാണ് വാഹനം കാനയിൽ നിന്ന് കയറ്റിയത്.
റോഡിന്റെ ഇരുഭാഗത്തും ഇത്തരത്തിൽ കാന കോരിയതോടെ ഇതുവഴി വരുന്ന വലിയ വാഹന ഡ്രൈവർമാരും പൊല്ലാപ്പിലായ അവസ്ഥയിലാണ്. സംസ്ഥാനത്തെ ലഹരി മാഫിയയെ തുടച്ചു നീക്കാൻ ഓപ്പറേഷൻ തൂഫാൻ ദ നാർക്കോ ഹണ്ട് എന്ന പേരിൽ പ്രത്യേക പദ്ധതിക്ക് രൂപം നൽകിയതായി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ലഹരിയുടെ ഉറവിടം മുതൽ വിതരണ ശൃംഖല വരെ ഇല്ലാതാക്കുകയാണ് ലക്ഷ്യം. നിരീക്ഷിക്കാൻ എക്സൈസും പോലീസും സംയുക്തമായി പ്രത്യേക ഇന്റലിജൻസ് വിംഗ് രൂപീകരിക്കും. സൈബർ പട്രോളിംഗ് ശക്തമാക്കും. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് 100 മീറ്റർ ചുറ്റളവിൽ ലഹരി വിൽപ്പന നടത്തുന്നവർക്കെതിരെ കാപ്പ ചുമത്തും. ഓരോ സ്കൂളിലും ആന്റി ഡ്രഗ് ക്ലബ്ബ് നിർബന്ധമാക്കും. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് ലഹരി കടത്തുന്നത് തടയാൻ ചെക്ക് പോസ്റ്റുകളിൽ 24 മണിക്കൂർ നാർക്കോട്ടിക് ഡോഗ് സ്ക്വാഡിനെ വിന്യസിക്കും. ലഹരി കേസുകളിൽ പിടിയിലാകുന്നവരുടെ സ്വത്ത് കണ്ടുകെട്ടാൻ ഇഡിയുടെയും ആദായ നികുതി വകുപ്പിന്റെയും സഹായം തേടും. ഇതിനായി ഫിനാൻഷ്യൽ ഹണ്ട് ടീം രൂപീകരിക്കും. എല്ലാ ജില്ലാ ആശുപത്രികളിലും ഡി അഡിക്ഷൻ സെന്ററുകൾ തുടങ്ങുമെന്നും ലഹരിക്ക് അടിമകളായവർക്ക് സൗജന്യ ചികിത്സയും പുനരധിവാസവും ഉറപ്പാക്കും. കേരളത്തിന്റെ യുവതലമുറയെ നശിപ്പിക്കുന്ന ലഹരി മാഫിയയോട് ഒരു വിട്ടുവീഴ്ചയുമില്ലെന്നും തുഫാൻ എന്ന പേര് പോലെ ലഹരിക്കെതിരെ കൊടുങ്കാറ്റായി ആഞ്ഞടിക്കുമെന്നും രാഷ്ട്രീയ സ്വാധീനമോ ഉദ്യോഗസ്ഥ ബന്ധമോ നോക്കില്ല. ലഹരിയുടെ വേരറുക്കുന്നതുവരെ ഈ ഓപ്പറേഷൻ തുടരുമെന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞു. സംസ്ഥാന പോലീസ് മേധാവി, എക്സൈസ് കമ്മീഷണർ എന്നിവരുടെ നേതൃത്വത്തിൽ ഉന്നതതല യോഗം ചേർന്ന ശേഷമാണ് പദ്ധതി പ്രഖ്യാപിച്ചത്. അടുത്ത 90 ദിവസത്തേക്ക് സംസ്ഥാന വ്യാപകമായി സ്പെഷ്യൽ ഡ്രൈവ് നടത്തും. വിവരം നൽകുന്നവർക്ക് പാരിതോഷികവും പേര് രഹസ്യമായി സൂക്ഷിക്കുമെന്നും മന്ത്രി അറിയിച്ചു. പട്ടാളക്കുന്ന് കുട്ടിച്ചിറ ഞാറ്റുവെട്ടി ഉണ്ണിച്ചക്കൻ മകൻ സജീവൻ നിര്യാതനായി. 54 വയസ്സായിരുന്നു. സംസ്കാരം ഞായറാഴ്ച ഉച്ചതിരിഞ്ഞ് 2 മണിക്ക് കൊഴുക്കുള്ളി ഓർമ്മക്കൂടിൽ നടത്തും. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തൃശൂർ നഗരത്തിൽ ആന ഇടഞ്ഞു, നിരവധി വാഹനങ്ങൾ തകർത്തു. തൃശൂർ ചെമ്പുക്കാവ് ഗാന്ധിനഗറിൽ ആന ഇടഞ്ഞ സംഭവം റിപ്പോർട്ട് ചെയ്യാനും ചിത്രീകരിക്കാനും എത്തിയ മാധ്യമപ്രവർത്തകർക്കു നേരെ സാമൂഹ്യ വിരുദ്ധരിൽ നിന്ന് ശാരീരിക മർദ്ദനമേറ്റു. ദേശീയപാത അധികൃതരുടെ അനാസ്ഥ. മുടിക്കോട് സെന്ററിൽ അപകടക്കെണിയായി ബോക്സ് കൾവെട്ട്. കേരള മന്ത്രിസഭയിൽ തൃശൂർ ജില്ലയിൽ നിന്നുള്ള കായിക യുവജനക്ഷേമ വകുപ്പ് മന്ത്രി OJ ജനീഷിനും ജില്ലയിലെ UDF MLA-മാർക്കും ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ DCC ഓഫീസിൽ സ്വീകരണം നൽകി. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.